നമസ്കാരം സാറിൻ്റെ ഞാൻ തൊട്ടു നിങ്ങൾ തലോടി എന്നുള്ളൊരു പുസ്തകം വായിക്കാനിടയായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനുണ്ടായ പ്രചോദനം എന്താണ്? എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നതെന്നാണ്. എങ്ങനെ ചോദിച്ചാൽ എഴുത്താണ് ഏറ്റവും ഇഷ്ടത്തോട് ചെയ്യുന്ന കാര്യം. മൈക്ക് പിടിക്കുമ്പോൾ എപ്പോഴും പേടിയാ, ഇതെങ്ങനെ ഒന്ന് പറഞ്ഞു തീരുക എന്നുള്ള പേടി. പ്രസംഗം പ്രസവം പോലെ എന്ന് പറയാം. അതുകൊണ്ട് ഇംഗ്ലീഷിൽ രണ്ടിനും ഒരേ വാക്കാ പറയാം. എന്താ? ഡെലിവറി എന്ന് പറയാം, ഡെലിവേർഡ് എ സ്പീച്ച് എന്ന് പറയാം. കാരണം പ്രസംഗവും പ്രസവവും ഇത് കഴിഞ്ഞ് കിട്ടുന്ന വരെയുള്ളൊരു സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിക്കും നമ്മൾക്കൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ വിചാരിക്കും. കയറി വരുമ്പോഴേ ടെൻഷനാണ്. നമ്മുടെ പ്രോഗ്രാമൊക്കെ ചാർട്ട് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, അജുണ്ട്. അജുനോട് ചോദിച്ചാൽ അറിയാം. ഞാനും മാക്സിമം പോകാതിരിക്കാനാണ് ശ്രമിക്കുക പരിപാടികൾക്ക്. കാരണം എനിക്ക് അത്രയും സ്ട്രെസ്സുള്ള കാര്യം. പക്ഷെ പേനോണ്ട് എഴുതുക അറിയണ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറയണ സമയത്ത് ഒരു വാക്ക് പറഞ്ഞ് അടുത്ത വാക്ക് ഉടനെ പറയണം. എഴുതുമ്പോഴോ ഒരു വാക്ക് എഴുതി അടുത്ത വാക്ക് അടുത്ത കൊല്ലം എഴുതിയാലും മതി. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായതുകൊണ്ട് എഴുത്താണ് ഭയങ്കര പ്രിയപ്പെട്ട കാര്യം. ഞാൻ അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. പുസ്തകത്തിൻ്റെ പേര് അവർ തൊട്ടു നീ തലോടി എന്നാണ്. എല്ലാവരും എന്നെ തൊടുകയാണ് ചെയ്തത്, നീ തൊടുകയല്ല ചെയ്തത്, നീ എന്നെ തലോടി. അതുകൊണ്ട് ഞാനത് മറക്കില്ല. അതാണ് കുറച്ച് മാസങ്ങൾ ഒരു 2 മാസമായിട്ടുണ്ടാവും. നമ്മളെ ഒരു സ്ഥലത്തേക്ക് പോയി. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നൊരു രാജ്യത്തേക്കാണ് പോയത്. കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല തണുപ്പായിരുന്നു, കഠിനമായ തണുപ്പായിരുന്നു, സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു. അപ്പം നമ്മുടെ കൂടെ ഒരു 80 വയസ്സൊക്കെ ഉള്ളൊരു ആളുണ്ട്, ഒരു മുത്തശ്ശനുണ്ട്. അദ്ദേഹം ഭയങ്കര ആവേശത്തോടു കൂടി യാത്രയിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളൊരു നാട് കാണാൻ പോയി. ബുഖാറ എന്നൊരു വലിയ നഗരമുണ്ട്. ഇമാം ബുഖാരി എന്ന വലിയ പണ്ഡിതൻ ജീവിച്ച നാടാണ്. ആ സ്ഥലം കാണാൻ പോയി. അപ്പോൾ അവിടെ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് തണുപ്പ് സഹിക്കാൻ കഴിയില്ല. ഈ 80 വയസ്സുള്ള ആളും പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയണില്ല. അദ്ദേഹം ഇങ്ങനെ വിറക്കണേ. വിറക്കുകയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമെന്ന് പേടിയായി ഞങ്ങൾക്ക്. അങ്ങനെ അദ്ദേഹം വിറക്കുക. ബസ്സിലേക്ക് തിരിച്ചു കയറാനും കഴിയണില്ല. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള പുതപ്പും സ്വെറ്ററൊക്കെ കൊടുക്കണുണ്ട്. അങ്ങനെ പുതച്ചു മൂടിയിട്ടും അദ്ദേഹത്തിന് ഒന്നും ശരിയാവണില്ല. അദ്ദേഹം ഇങ്ങനെ വിറക്കുകയാണ്. അപ്പം ഞങ്ങൾ എടുത്തിട്ട് ബസ്സിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയാലോ എന്നൊക്കെ ചിന്തിച്ച്. ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികളുണ്ട്. അവിടെ MBBS പഠിക്കുന്ന കുട്ടികളാണ്. അവർ രണ്ടാളും എന്തോ ഒരു സ്വകാര്യം പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടാളും ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് കേട്ടോ. അവർ രണ്ടാളും ചെയ്തത് ഈ വല്യപ്പയെ രണ്ടാളും കെട്ടിപ്പിടിച്ചു നിന്ന്. ഒരാൾ മുന്നിൽ നിന്നും ഒരാൾ പിന്നിൽ നിന്നുമായിട്ട് രണ്ടാൾ ഈ വല്യപ്പയെ കുറച്ചു നേരം കെട്ടിപ്പിടിച്ചു നിന്ന് ഒരു 10-20 മിനിറ്റ് നേരം. അത് ശരിയായി. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അത് അത്രയും തണുപ്പുള്ള ബുഖാറയുടെ നഗരമധ്യത്തിൽ 2 മനുഷ്യന്റെ ചൂടേറ്റ് മറ്റൊരു മനുഷ്യനിങ്ങനെ തണുപ്പാറുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താ അറിയോ? AI എത്രയൊക്കെ വളർന്നാലും തൊടാൻ കഴിയില്ല. അതിന് നമ്മൾ തന്നെ വേണം. ഒരു മനുഷ്യന് വേറൊരു മനുഷ്യന് തൊടാൻ കഴിയുന്നത് പോലെ, തലോടാൻ കഴിയുന്നത് പോലെ, സാന്ത്വനിപ്പിക്കാൻ കഴിയണ പോലെ ഒരു യന്ത്രത്തിനും കഴിയില്ല. നമ്മളെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ വരുമ്പോഴേ അത് തുടക്കാൻ പറ്റിയ ഏറ്റവും നല്ല തൂവാല ഏതാണെന്നറിയാം? തൊട്ടടുത്തുള്ള മനുഷ്യൻ്റെ കൈയാണ്. ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ പറയാം. നമ്മൾ പ്ലാസ്റ്റിക് അല്ല, ഉള്ളിൽ മനസ്സ് എന്ന് പറയുന്നൊരു സാധനമുള്ള ജീവികളാണ്.
നമ്മുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരും. ഈ ഇസ്ലാമിൽ കല്യാണത്തിൻ്റെ സമയത്ത് വധുവിനും വരനും വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് ഏത് മതത്തിൽപ്പെട്ട വധുവിനും വരനും വേണ്ടി ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം കേട്ടോ. എന്താണ് പ്രാർത്ഥന എന്നറിയാം? നിങ്ങൾക്ക് എല്ലാ ബർക്കത്തും ഉണ്ടാവട്ടെ എന്നാണ് അല്ലേ? അതാണ് പ്രാർത്ഥന. ഒരു വരിയിൽ ഒതുങ്ങുന്ന പ്രാർത്ഥന കേട്ടോ. അത് ഒറ്റ വരി പ്രാർത്ഥനയാണ്. ആ ഒറ്റ വരി പ്രാർത്ഥനയിൽ ഒരു വാക്ക് 2 പ്രാവശ്യമുണ്ട്. ഏതാ വാക്ക് എന്നറിയാം? ബർക്കത്ത്. നമുക്ക് മലയാളം പോലെ പരിചയമുള്ള വാക്കാണത് ബർക്കത്ത് എന്ന് പറയുന്നത് അല്ലേ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ പൈസയൊക്കെ പറയാം. ഒരിപ്പോൾ നല്ല ബർക്കത്താന്ന് പറഞ്ഞാൽ നല്ലോണം പൈസ ഉണ്ടെന്നാണ് അല്ലേ? എന്നാൽ നിങ്ങൾ ഈ നാട്ടിലെ ചെനക്കൽ അങ്ങാടിയിലെ ഏറ്റവും വലിയ പൈസക്കാരനോട് ചെന്നിട്ട്, കോട്ടക്കലെ പുത്തനത്താണിയിലെ രണ്ടത്താണിയിലെ ഏറ്റവും വലിയ പൈസക്കാരനോട് ചെന്നിട്ട് ചോദിച്ചു നോക്ക്, എന്താണ് ബർക്കത്ത്? അയാൾ പറയട്ടെ പൈസയാണെന്ന് പറയട്ടെ? അയാൾ പറയൂല. അയാൾ പറയാൻ സാധ്യതയുള്ളൊരു വാക്കുണ്ട്. അതെന്താണെന്നറിയാം? മനസ്സമാധാനം. 100 രൂപ മാത്രം ദിവസം വരുമാനമുള്ള മനുഷ്യന്മാരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. 100 റുപ്യ മാത്രം ദിവസം വരുമാനമുള്ള മനുഷ്യരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ആകെ കാര്യത്തിലുള്ളൂ, ഈ മനുഷ്യൻ കൂടെ ജീവിക്കുന്ന മനുഷ്യൻ ഉള്ളിൽ മനസ്സുള്ള മനുഷ്യനാണെന്നും പലതരം അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരാണ് എന്നും ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. അതാണ് ആ പാട്ടിലെ വരിയും. എന്തായിരുന്നു പാട്ടിലെ വരി? നിങ്ങൾ പോകുമ്പോൾ ഒന്ന് കേൾക്കണം കേട്ടോ ആ പാട്ട്. ഏത്? ബന്ധുവാര് ശത്രുവാര്. പാട്ടിലെ വരി ഏതായിരുന്നു? നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്. നിലകൾ എണ്ണുവതിൽ കഥയെന്ത് പൊരുളെന്ത്. ഹൃദയലയം കാണും കുടിലേ മണിമാളിക. ഹൃദയലയം കാണുന്ന അധ്യാപകർ, ഹൃദയലയം കാണുന്ന ചങ്ങാതിമാർ, ഹൃദയലയം കാണുന്ന മാഷന്മാർ, ഹൃദയലയം കാണുന്ന ടീച്ചർമാർ, ഹൃദയലയം കാണുന്ന നാട്ടുകാർ, ഹൃദയലയം കാണുന്ന മനുഷ്യന്മാർ, അവർ നമ്മുടെ ഉള്ളിൽ ബാക്കിയാവും. അങ്ങനെ ബാക്കിയാകുന്ന മനുഷ്യരായി മാറാൻ നമുക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ഇത്രയും മനോഹരമായൊരു സദസ്സിൽ, ഇത്രയും ശാന്തമായിരിക്കുന്ന സദസ്സിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രസംഗം കുറച്ച് മതി, ബാക്കിയൊക്കെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പ്രസംഗം വളരെ കുറച്ച് മതി, വാക്കുകൾ വളരെ കുറച്ച് മതി, അത്യാവശ്യമുള്ള സമയത്ത് മാത്രം മതി. അതിലേറെ മനോഹരമായി വാക്കിനേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ കർമ്മങ്ങൾക്ക് ഒരു മുഴക്കമുണ്ട്. ആ മുഴക്കമാണ് കുറച്ചുകൂടെ മനുഷ്യരുടെ മനസ്സിൽ ബാക്കിയാവുക. മറ്റതൊക്കെ ഒരു യാന്ത്രികമാവും. ഇപ്പം മൈക്ക് പിടിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ വളരെ യാന്ത്രികത വരും. അപ്പം പറയാനുള്ള ഒരാളായി നമ്മൾ മാറും. നമ്മളത് ചെയ്യൊന്നുമില്ല. അപ്പം നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് ഫോണ് താഴെ വെക്കണം 1 മണിക്കൂർ മുമ്പേ എന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാനത് പറയണെന്തിനാ? ഞാനത് ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങാടിയിലേക്ക് ചെന്നാൽ പൂക്കൾ വിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? പാളയത്തൊക്കെ ഉണ്ടാവും, ക്ഷേത്രങ്ങളുടെ മുന്നിലൊക്കെ ഉണ്ടാവും പൂക്കൾ വിൽക്കുന്ന ആളുകൾ. അവരത് വാസന ചോക്കാറില്ല. അവർക്കത് വിൽക്കാനുള്ള സാധനമാണ്. ഇതേപോലെ ആകരുത് എന്നാണ് എനിക്ക് ആകെ പറയാനുള്ളത്. ഇത് വിൽക്കാനുള്ള സാധനമല്ല, ഇത് പറയാനുള്ള സാധനമല്ല, ഇതിങ്ങനെ ആസ്വദിക്കാനുള്ള സാധനം. അപ്പം നമ്മുടെ എക്സ്പീരിയൻസാണ് പറയേണ്ടത്. അതാണ് കുറച്ചുകൂടെ നമ്മുടെ അറിവല്ല. ആ അറിവ് നമ്മുടെ എക്സ്പീരിയൻസ് ആവണം. ആ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യേണ്ടത്, അല്ലാതെ അറിവല്ല ഷെയർ ചെയ്യേണ്ടത്. അറിവർക്ക് എവിടെ നിന്നും കിട്ടും. ആ അറിവ് നമ്മുടെ എക്സ്പീരിയൻസ് ആവണം, സ്വന്തം എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അപ്പം അത് നമ്മുടേത് മാത്രമാവും. അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടാവും.
അല്ലേ? അറിവ് എല്ലാവർക്കും കിട്ടൂലേ ഗൂഗിളിൽ തിരഞ്ഞാൽ? അറിവിനെ എക്സ്പീരിയൻസ് ആക്കിയിട്ട് അതാണ് ഷെയർ ചെയ്യുന്നത്.